നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹക്സിൻ്റെ NLP സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഔട്ട്കംസിനെ കുറിച്ച് കണ്ടു, ബിലീഫ്സിനെ കുറിച്ച് കണ്ടു. ഈ ഔട്ട്കമും ബിലീഫും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞു പോകുന്നത്? ഔട്ട്കമും ബിലീഫും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഔട്ട്കം വേണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ബിലീവ് ചെയ്തേ പറ്റൂ. ഒരു ഔട്ട്കം വേണം എന്നുള്ളത് നമ്മുടെ നിശ്ചയദാർഢ്യമാണെങ്കിൽ 3 കാര്യങ്ങൾ അപ്പാടെ അങ്ങ് വിശ്വസിക്കുക. ആദ്യത്തെ കാര്യം, എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു അച്ചീവ് ദാറ്റ്. എനിക്ക് ഇത് അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് രണ്ടാമത്തെ കാര്യം. ഈ ഔട്ട്കമ്മിന് ഞാൻ അർഹനാണ്. ഈ ഔട്ട്കം ഞാൻ ഡിസർവ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ഈ 3 കാര്യങ്ങൾ ബിലീഫിൽ പെടുത്തുക. അങ്ങനെ ആകുമ്പോൾ ഔട്ട്കമ്മിലേക്ക് വരും. ഇനി ഇതിനെ സാധൂകരിക്കാൻ നമുക്ക് ഒരു പ്രോസസ്സുണ്ട്. പ്രോസസ് എന്നാണ് ഞാൻ പറയുന്നത്. PAW പ്രോസസ് എന്നാണ് ഞാൻ പറയുന്നത്. പോസിബിലിറ്റി, എബിലിറ്റി, വർത്തിനെസ്. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണത്. എന്തുമാത്രം വരുമെന്നുള്ള ഒരു പോസിബിലിറ്റീസ്, എബിലിറ്റി കഴിവ്, വർത്തിനെസ് നമ്മുടെ ആ അർഹത, ഇത് 3 കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒറ്റ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നിങ്ങൾ ഈ ടേക്ക് അവേ മാത്രം കൊണ്ടുപോവുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ബിലീഫിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്കൊരു ഔട്ട്കം വേണ്ടപ്പോൾ. ഓക്കെ, അതൊരു ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ പ്രോസസ്സ് എന്താണെന്ന് വൃത്തിയായിട്ട് പറയാം. ബട്ട് ടിൽ ദെൻ, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.